നമസ്കാരം. ദീപം FIS ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രശസ്ത സിനിമാ നിർമ്മാതാവ് PV ഗംഗാധരൻ്റെ പിതാവ് PV സ്വാമിയുടെ നാമത്തിൽ എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളോടുകൂടിയ എറണാകുളത്ത് കലൂർ മെട്രോ സ്റ്റേഷന് സമീപം പ്രവർത്തിച്ചിരുന്ന PVS ആശുപത്രിക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. ഏതാണ്ട് ഒരു 15 വർഷം മുമ്പ് ഒരു രോഗിയുടെ സഹായിയായി ഞാൻ ഒരു 10 ദിവസത്തോളം ഈ PVS ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്താണ് ആശുപത്രിയുടെ മുൻഭാഗം ആഡംബര രീതിയിൽ പുതുക്കിപ്പണിയുന്നതായി മെയിൻ്റനൻസ് നടന്നിരുന്നതും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഈ PVS ആശുപത്രിയിൽ സംബന്ധിച്ചിടത്തോളം എറണാകുളംകാർ മാത്രമല്ല ഇവിടെ ചികിത്സ തേടി വരുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും വിവിധ ജില്ലയിൽ നിന്നുള്ളവരും നിത്യനെ സന്ദർശകരായി PVSൽ എത്താറുണ്ടെന്നുള്ളതും എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ആ PVS ആശുപത്രിയിൽ പോയിട്ടുള്ളവർക്കറിയാം ആയ കാലത്ത് ആ PVS ആശുപത്രിയുടെ പ്രവർത്തന രീതികൾ എന്താണ്, എങ്ങനെയാണെന്ന്. ഒരു ഉത്സവപ്പറമ്പിലൂടെ നമ്മൾ നടന്നു പോകുന്ന ഒരു അന്തരീക്ഷമാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സൈഡിൽ കൂടി 10 അല്ലെങ്കിൽ 100 പേഷ്യൻറ്റുകൾ ഡിസ്ചാർജായി പോവുകയാണെങ്കിൽ മറ്റു ഭാഗത്തുകൂടെ അതിൻ്റെ 4 ഇരട്ടി പേഷ്യൻറ്റുകൾ അവിടെ സന്ദർശകരായിട്ട് ചികിത്സ തേടി വരുന്നതാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത്രയേറെ തിരക്കുണ്ടായിരുന്ന നഗരത്തിൻ്റെ പ്രധാന ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന PVS എന്ന ഈ ആശുപത്രി ഈ അടുത്തയിടെ ഞാൻ കൊച്ചിയിലെത്തിയപ്പോൾ ഞാൻ അറിയുന്നത് PVS ആശുപത്രിക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെന്നും സാലറി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ തെരുവിലിറങ്ങി സമരം ചെയ്തതായും പിന്നീട് പിടിച്ചു നിൽക്കാനാവാതെ ഈ ആശുപത്രി പൂട്ടു വീണതായുമാണ് എനിക്കറിയാൻ സാധിച്ചത്. ഒടുവിൽ ഈ ആശുപത്രി കൈമാറിപ്പോയെന്നും മറ്റൊരു സ്വകാര്യ ആശുപത്രിയുടെ നാമത്തിൽ വീണ്ടും പുനർജനിക്കുന്നു എന്നും അറിയാൻ സാധിച്ചു. കേട്ടപ്പം സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്നതാണ്. കാരണം ഈ ആശുപത്രിയുടെ ആയ കാലത്ത് ഈ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം, നല്ലൊരു തലയെടുപ്പുള്ള ഒറ്റക്കൊമ്പനെ പോലിരുന്ന PVS എന്ന ഈ ആശുപത്രിയിൽ ഒരു സുപ്രഭാതത്തിൽ തിരശീല വീണു എന്നതിൽ നിന്നും ലോകം നമ്മെ ഓർപ്പിക്കുന്നത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് മാത്രമല്ല അന്ത്യം, ഏതൊരു സംരംഭത്തിനും അത് ബാധകമാണ് എന്നല്ലേ ലോകം നമ്മെ പഠിപ്പിക്കുന്നത്. എന്തായാലും പഴയ PVS എന്ന ഒറ്റക്കൊമ്പൻ ഇനി പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ വീണ്ടും കേരളീയർക്ക് പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ദീപം FIS ചാനൽ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.